എന്നാലും എത്ര പെട്ടെന്നാണ് അവളെല്ലാം മറന്നത്. കണ്ടില്ലേ, സാധാ സമയം ഓൺലൈനിലാണ്. ദിവസവും ഏതൊക്കെ സൈസിലുള്ള ഫോട്ടോകളാണ്. എന്നാലും നാട്ടുകാരെന്ത് പറയുമെന്നുള്ള ബോധമെങ്കിലും വേണ്ടേ. കെട്ടിയോൻ ചാകാൻ കാത്തിരിക്കായിരുന്നു എന്ന് തോന്നുന്നു അവളുടെ തനിസ്വരൂപം പുറത്തു വരാൻ. കയ്യിലിടുന്ന മൊബൈൽ ഫോണിൽ ഭർത്താവിന്റെ നേർക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ടാണ് വനജ ഉറഞ്ഞു തുള്ളുന്നത്. അവളുടെ ഭർത്താവ് ഇന്ദുഗോപനാവട്ടെ പെട്ടെന്ന് അവൾക്ക് ഇതെന്താണ് സംഭവിച്ചതെന്നറിയാതെ അന്തം വിട്ടു. ദേ ഗോപേട്ട, നോക്ക് ഇങ്ങോട്ട്. നിങ്ങളുടെ പുന്നാര പെങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാണെന്ന് നോക്കിക്കേ. യോ, അവൾക്കെന്തു പറ്റി? അയാൾ കണ്ടു ഫേസ്ബുക്ക് സ്റ്റോറിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന തൻ്റെ കുഞ്ഞനിയത്തി ഗാഥയുടെ ഫോട്ടോസ്. പക്ഷേ അത് കണ്ടിട്ട് അയാൾക്ക് സന്തോഷമാണ് തോന്നിയത്. അവളൊന്ന് ചിരിച്ചു കാണാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. പാവം, 27ാമത്തെ വയസ്സിൽ വിധവയായവളാണ്. ഇന്നവൾക്ക് 30 വയസ്സുണ്ട്. ഇപ്പോഴും കണ്ടാൽ കല്യാണം കഴിച്ചതാണെന്ന് പോലും ആരും പറയില്ല. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൾ മാത്രമാണ് അവൾക്കുള്ളത്. എത്ര വട്ടം താനും മൂത്ത ജ്യേഷ്ഠനുമൊക്കെ അവളെ നിർബന്ധിച്ചിരിക്കുന്നു ഒരു പുതിയ ജീവിതത്തിന്. നീ ഇപ്പോഴും ചെറുപ്പമാണ്. മരിച്ചു പോയവർ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അതിൻ്റെ പേരിൽ വെറുതെ നിന്റെ ജീവിതം ഇല്ലാതാക്കരുത് എന്നും ഞങ്ങൾ ആരും കണ്ടെന്നും വരില്ല എന്നും നിന്റെയും മോളുടെയും കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്ക് മനസ്സിലാഞ്ഞിട്ടല്ല ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒരു കാലത്ത് നിന്റെ മകളും നിന്നെ വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് നിന്റെ ഏകാന്തത നിന്നിൽ പിടിമുറുക്കുന്നത്. ആരുമില്ലെന്ന തോന്നലുണ്ടാവുന്നതും അപ്പോഴായിരിക്കും. അതുകൊണ്ട് നല്ല പ്രായത്തിൽ നീ മറ്റൊരു ജീവിതത്തിന് തയ്യാറാകണം. അങ്ങനെ എന്തെല്ലാം പറഞ്ഞ് മനസ്സ് മാറ്റാൻ നോക്കി. പക്ഷെ ഒന്നിനും അവൾ അടുത്തില്ല. അല്ലെങ്കിലും അവൾ മാറില്ലെന്നറിയാഞ്ഞിട്ടല്ല, അത്രയ്ക്കും സ്നേഹത്തോടെ കഴിഞ്ഞവരായിരുന്നു ഗാഥയും ശ്രീയും. ഏട്ടന്മാർക്കെല്ലാം എന്നോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ശ്രീയേട്ടനെ മറന്ന് ഇനി എനിക്കൊരു ജീവിതമില്ല. നിങ്ങൾ എനിക്കൊരു ജോലി വാങ്ങിച്ചു തന്നാൽ മാത്രം മതി. ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും വരുത്താതെ ജീവിച്ചോളാം. ഉറച്ച തീരുമാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ അവൾ തയ്യാറായില്ല. അല്ലെങ്കിലും പണ്ടേ അവൾ അങ്ങനെയാണ്. എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരെക്കൊണ്ടും അതിനൊരിളക്കം വരുത്താൻ സാധിക്കില്ലല്ലോ. എങ്കിലും തങ്ങളുടെ ഒരേ ഒരു കുഞ്ഞനിയത്തിയല്ലേ, അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. MSc-കാരിയായ അവൾക്കൊരു പ്രൈവറ്റ് ബാങ്കിൽ ജോലി ശരിയാക്കി കൊടുക്കാൻ വലിയ പാടുപെടേണ്ടി വന്നതുമില്ല. എങ്കിലും അവൾക്കൊരു കൂട്ട് വേണ്ടേ എന്നൊരു ചോദ്യവും ആദ്യം എല്ലാവരുടെയും ഉള്ളിൽ എപ്പോഴും അവശേഷിച്ചു. പ്രത്യേകിച്ച് പ്രായമായയുടെ അമ്മയുടെ മനസ്സിൽ. അമ്മയ്ക്ക് താൻ ജീവിച്ചിരിക്കെ തൻ്റെ പൊന്നുമോൾ ചെറുപ്രായത്തിലെ വിധവയായതിൻ്റെ മനോവിഷമം ചില്ലറയല്ല. അവളെക്കുറിച്ചുള്ള ആദ്യ കയറിയാണ് അമ്മ രോഗക്കിടക്കയിലായത്. അമ്മയ്ക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ അവൾക്കൊരു ജീവിതം ഉണ്ടാവണം. അത് കണ്ടിട്ട് കണ്ണടയ്ക്കാനുള്ള ഭാഗ്യം അമ്മയ്ക്കുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അവളുടെ ഭർത്താവ് ശ്രീകാന്ത് നല്ലൊരു മനുഷ്യനായിരുന്നു. അയാൾ ഗാഥയെ പൊന്നുപോലെയാണ് കൊണ്ടു നടന്നത്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അക്കൗണ്ടൻ്റ് ആയിരുന്നു. നല്ലതൊന്നും ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കില്ലല്ലോ. പതിവ് പോലെ അയാൾ ജോലിക്ക് പോകുന്ന വഴി സംഭവിച്ച ഒരു ആക്സിഡൻ്റാണ് അപ്പോഴും തന്നെ അവളെ വിധവയാക്കിയത്. അതിനുശേഷം എത്രയോ നാളുകൾ ഗാഥ മെൻ്റൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെ, ആരോടും മിണ്ടാതെയും കുളിക്കാതെയും ഒരുങ്ങാതെയും മോളെ പോലും ശ്രദ്ധിക്കാതെയും ചിരിക്കാനും കരയാനും എന്തിന് ആരോടെങ്കിലും ഒന്ന് ദേഷ്യപ്പെടാൻ പോലും കഴിയാതെ ഒരു വലിയ തീരാ ദുഃഖമായി മുറിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ കഴിഞ്ഞപ്പോൾ അവൾ എല്ലാവർക്കും ഒരു മാതൃകാ വിധവയായിരുന്നു. അതെ, ഇങ്ങനെ തന്നെ ആയിരിക്കണം ഭർത്താവിനോട് സ്നേഹമുള്ള ഏതൊരു പെണ്ണും ചെയ്യേണ്ടതെന്ന് നാട്ടുകാരും വിധിയെഴുതി. പക്ഷേ മോളുടെ കുസൃതികളും നിർബന്ധങ്ങളും വഴക്കുകളും അവളെ പതിയെ പതിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു എന്നതായിരുന്നു യാഥാർത്ഥ്യം. തൻ്റെ മാത്രം ദുഃഖം എന്തിന് ഒന്നും അറിയാത്ത പാവം മകൾക്ക് കൂടി പങ്കുവച്ചു കൊടുക്കണം. അച്ഛനില്ലാത്ത ദുഃഖമോ കുറവുകളോ അവൾ അറിയാൻ ഇടവരരുത്. അങ്ങനെ അവൾ പഴയ ഗാഥയിലേക്ക് തിരിച്ചു വരവിനായി മനസ്സുകൊണ്ട് ഒരുങ്ങി. എന്നും രാവിലെ സ്വന്തം സ്കൂട്ടറിൽ മോളെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ടാണ് അതുവഴി അവൾ ബാങ്കിൽ പോകുന്നത്. തിരികെ വരുമ്പോൾ അമ്മയുടെ അടുത്ത് കയറി ഒരല്പം സമയം ചിലവിട്ടിട്ട് തിരികെ സ്വന്തം വീട്ടിലേക്ക് പോവുകയും ചെയ്യും. ശ്രീയുടെ അമ്മയോടൊപ്പമാണ് ഇന്നവൾ കഴിയുന്നത്. അവർക്കും അവളെ മകനെ പോലെ തന്നെ നിറഞ്ഞ സ്നേഹം മാത്രം. കാലം മായ്ക്കാത്ത മുറിവുകളുണ്ടോ? ഇന്നവൾക്കൊരു ലക്ഷ്യമുണ്ട്. മകളെ പൊന്നുപോലെ വളർത്തണം. അതിനുവേണ്ടി എല്ലാ ദുഃഖവും ആകുലതകളും ചിന്തകളും അവൾ ദൂരേക്ക് കളഞ്ഞിരിക്കുന്നു. അവളുടെ നല്ല മാറ്റങ്ങൾ വീട്ടുകാരും ആശ്വാസത്തോടെയാണ് കാണുന്നത്. പക്ഷെ ഒരു പെണ്ണിന് എപ്പോഴും ശത്രു മറ്റൊരു പെണ്ണ് തന്നെയായിരിക്കുമെന്നതിന് ഉദാഹരണമാണ് തൻ്റെ ഭാര്യ. അവളുടെ ഈ കുശുമ്പും അസഹിഷ്ണുതയും. ഓ, ഇതാണോ അത്ര വലിയ കാര്യം? അവൾക്ക് ഇതൊക്കെ സന്തോഷം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ വെറുതെ അതിലൊക്കെ തലയിടുന്നത്? മരിച്ചുപോയവരെ ഓർത്ത് ജീവിതകാലം മുഴുവൻ ജീവിച്ചിരിക്കുന്നവർ നരകിച്ചോണമെന്നൊന്നും നിയമമില്ലല്ലോ. ഇത്രയും നാളുകൾ അവൾ ഒതുങ്ങിക്കൂടിയില്ലേ? ഇനിയെങ്കിലും അവളെ അവളുടെ പാട്ടിന് വിട്ടേക്ക്. അയാളെല്ലാം പറഞ്ഞവസാനിപ്പിച്ചതുപോലെ വായിച്ചു കൊണ്ടിരുന്ന പത്രം മടക്കി സെറ്റിയിലേക്ക് ഇട്ടിട്ട് എഴുന്നേറ്റു. വനജയ്ക്ക് അത് കണ്ട് വിറഞ്ഞു കയറി. സ്വന്തം പെങ്ങളുടെ കാര്യമായതുകൊണ്ടല്ലേ അയാൾക്കൊരു കുറ്റവും തോന്നാത്തത്? പെങ്ങളെ പുന്നാര ആങ്ങളമാരെല്ലാവരും കൂടി അഴിച്ചു വിട്ടിരിക്കുകയാണ്. അനുഭവിച്ചോളും. കുറച്ച് കഴിയുമ്പോൾ ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാലും ഇവരൊക്കെ സന്തോഷിച്ചു കൊണ്ടിരിക്കും. അല്ല പിന്നെ. അവൾ ഫോണിൽ വീണ്ടും വീണ്ടും നോക്കി. എന്നാലും അവൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ നോക്കിക്കേ. എന്തൊരു ചിരിയാണ്. ഒരു പെൺകൊച്ച് വളർന്നു വരുന്നുണ്ടെന്നുള്ള വിചാരമെങ്കിലും വേണ്ടേ? വനജേ, നീ ഇനിയും അത് വിട്ടില്ലേ? എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായി. ആ ഫോട്ടോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തിട്ട് നീ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്കാം. ദേഷ്യത്തോടെ കയ്യിലിടുന്ന ഫോൺ എടുത്ത് കസേരയിലേക്ക് എറിഞ്ഞിട്ട് ചവിട്ടിത്തുള്ളി അവൾ അടുക്കളയിലേക്ക് നടന്നു. അപ്പോഴും ഉള്ളു കിടന്ന് തിളച്ച് മറിഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാലും അവളൊരു വിധവയല്ലേ?
കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്